അതേ ഗതി കേരളത്തിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വരും. കേരളത്തിലെ ഈ മതേതര ജന്തുക്കൾ ഉണ്ടല്ലോ, ഇവര് മനസ്സിലാക്കുന്നില്ല. ഇത് ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് സംസ്ഥാനങ്ങൾ, ഒരുപാട് ലോക രാജ്യങ്ങൾ, നേതാക്കൾ ഇവരൊക്കെ തുറന്നു പറഞ്ഞിട്ടും ചില നഗ്ന സത്യങ്ങളെ ഉൾക്കൊള്ളാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നത് ആ യാഥാർത്ഥ്യങ്ങൾ ഇവര് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഇവര് മനസ്സിലാക്കുന്നില്ല. ആ ബംഗാളിൽ ഇവരെ വളർത്തിയതുപോലെ ഇന്ന് ഇവരെ ഈ കേരളക്കരയിലും മതതീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് ഹമാസിന് വേണ്ടി ഇവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. കാശ്മീരിൽ ഇന്ന് എന്താ നടക്കുന്നത്? എന്താണ്? റാഫയിലേക്കുള്ള കണ്ണുകൾ തൽക്കാലത്തേക്ക് ഇവർക്കൊന്ന് തിരിച്ചൂടെ? കാശ്മീരിലേക്ക് പറ്റില്ല. സൗദി അറേബ്യയില് സൗദികള് യമനികളെ, ലക്ഷക്കണക്കിന് സ്ത്രീകളെ കൊന്നൊടുക്കിയപ്പോൾ, കുട്ടികളെ കൊന്നൊടുക്കിയപ്പോൾ അവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി നിൽക്കാൻ ഇവർക്ക് സാധിക്കാതെ പോയത് ഇവരുടെ മനുഷ്യത്വമല്ല ഇവിടെയും വർക്കൗട്ട് ആകുന്നത്. ഇവിടെയും ഇവർക്ക് ജാതീയതയാണ്, മതം തന്നെയാണ് ഇവിടെയും ഇവരുടെ അടിസ്ഥാന പ്രശ്നം. അതുകൊണ്ടാണ് നമ്മുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ, മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം. അതെ, മതം തന്നെയാണ് പ്രശ്നം. ഹമാസ് എന്ന മുസ്ലിം തീവ്രവാദികൾക്കു വേണ്ടി കരയുന്ന കേരളത്തിലെ ഇടതനും വലതനും ഉണ്ടല്ലോ, ഇവരെ ഗാസക്കാരെ ഷേവ് ചെയ്യാൻ നടക്കുന്നുണ്ടല്ലോ. കാശ്മീരികൾക്ക് മുടിയുണ്ടെന്നേ, അവർക്കും ഷേവ് അനിവാര്യമാണ്. കാശ്മീരി പണ്ഡിറ്റുകളെയും നിങ്ങൾ ഷേവ് ചെയ്യണം. അപ്പൊ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് നടക്കുക നമ്മുടെ നാട്ടിലെ ചില സംഘടനകള്. ഇത് കണ്ടിട്ട് പോലും നമ്മുടെ നാട്ടിലെ മതേതര ഊളകളായ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മതേതരന്മാർക്കും മനസ്സിലാകുന്നില്ല. ഹിന്ദുക്കളെ, ഇവരെയൊക്കെ മുസ്ലിം തീവ്രവാദികള് വെടിവെച്ചു കൊന്നാൽ പോലും ഇവർക്ക് കരയാൻ സാധിക്കാത്തതും, ഇവര് സേവ് ചെയ്യാൻ വേണ്ടി മെഴുകുതിരിയുമായിട്ട് ഇറങ്ങാൻ കഴിയാത്തതും ഇവരുടെ തലച്ചോറ് മുസ്ലിങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇവരെ കൊണ്ട് കഴിയില്ല. നമുക്കറിയാം, പല വിഷയങ്ങളിലും വ്യക്തമായി അഭിപ്രായങ്ങൾ തുറന്നു പറയേണ്ടുന്ന സാഹചര്യത്തിൽ പോലും നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ നിശബ്ദരായിരിക്കുന്നതിന് കാരണം ഇതിന്റെ പേരാണ് മതപ്രീണനം. ഇവരെ ഭയമാണ് ഇവർക്ക്. മുസ്ലിങ്ങളെ ഭയന്നു മാത്രമേ ഇവർക്ക് ഈ നാട്ടിൽ നിലനിൽപ്പുള്ളൂ. ഇപ്പോ റാഫയിലെ ജനങ്ങൾക്ക് വേണ്ടി കരയുന്നവർ ഇവരങ്ങോട്ട് പോയി ചൊറിഞ്ഞത് അറിയില്ലേ? ലക്ഷക്കണക്കിന് ഇസ്രായേലികളെ വധിച്ച ഈ ഹമാസ് ഭീകരരെ കുറിച്ച് ഇവർക്ക് അറിയില്ലെന്നാണോ പറയേണ്ടത്? എന്നിട്ട് നരേന്ദ്രമോദി മാറണം, നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കെതിരാണ്, മുസ്ലിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദി വീണ്ടും ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നു. നമ്മള് 50 വർഷത്തോളം താൻ മതേതരനാണ് എന്ന് അഭിനയിച്ച മെഗാസ്റ്റാറിന്റെ തനി നിറം പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇത്തരം ഒരുപാട് സ്റ്റാറുകൾ, ഇന്നത്തെ മെഗാസ്റ്റാറുകളും നാളെ അതുക്കും മേലെ വളരേണ്ടവരുമായ ആളുകൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ കടന്നുകൂടിയിരിക്കുന്നത് മതഭ്രാന്തിനെ വളർത്താനാണ് എന്നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. ദുൽഖർ സൽമാൻ എന്തേ റാഫയിലേക്ക് മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ? ആ ഷെയ്ൻ നിഗത്തിന് എന്തേ റാഫയിലേക്ക് മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ? സാധാരണ വേദനിക്കുന്ന സകലമാന മനുഷ്യന്റെയും ഒപ്പം നിൽക്കാൻ സാധിക്കുന്നവനെയാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരു വീഡിയോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലി വനിതകളെ അന്ന് ഒക്ടോബർ 7-ാം തീയതി അവരുടെ സൂപ്പർ സംഗീത സദസ്സിൽ നിന്ന് പിടിച്ചോണ്ട് പോയ ആളുകൾ, അതില് ഒരു 6-7 സ്ത്രീകളുണ്ട്. ഇവരെ ഇങ്ങനെ നിരത്തി ഇരുത്തിയിരിക്കുകയാണ്. കുറച്ചുപേരെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അരയ്ക്ക് താഴോട്ട് വസ്ത്രങ്ങളില്ല. ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു ഷോമി എന്ന്, കാരണം ക്യാമറയും വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ടേക്ക് എ പിക്ചർ എന്ന് പറയുന്നുണ്ട്. കാരണം ഇവരുടെ ഈ അരയ്ക്ക് താഴോട്ട് വസ്ത്രമില്ലാത്ത ചിത്രങ്ങളും വീഡിയോകളും ഹമാസ് ഭീകരർക്ക് ആവശ്യമാണ്. അവിടെ ഏതാണ്ട് എങ്ങനെ പോയാലും ഒരു 10-25 ഹമാസ് ഭീകരർ നിൽപ്പുണ്ട് ചുറ്റും. ആ സ്ത്രീകളുടെ മനസ്സ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാകും. 1000 വട്ടം ആ നിന്ന നിപ്പിൽ അവർ മരിച്ചു കഴിഞ്ഞു. അത്രയ്ക്ക് കൊല്ലാക്കൊല ചെയ്യുന്നിട്ട് ഒരു സ്ത്രീ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ശരീരമാസകലം രക്തമൊഴുകുന്നു. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഇട്ട് കുത്തി ബ്ലഡ്. എന്നിട്ട് ഇവരെ വളരെ മോശമായി ദുരുപയോഗം ചെയ്യുന്നു. ലൈംഗിക വൈകൃതങ്ങൾ നടത്തുന്നത് ആ വീഡിയോയിലുണ്ട്. എന്നിട്ട് ആ സ്ത്രീയോട് നടക്കാൻ പറഞ്ഞപ്പോ സ്ത്രീക്ക് നടക്കാൻ പറ്റുന്നില്ല. ഒരു കാല് കുത്തിയാൽ മറ്റേ കാല് കുത്താൻ പറ്റുന്നില്ല. അവര് നമ്മളിൽ അക്ക് കളിക്കുന്നത് പോലെ ഞൊണ്ടി പോയി വണ്ടിക്കകത്ത് കയറുന്നതും ഷൂട്ട് ചെയ്യുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. എന്നിട്ട് ഇവര് പറയുന്നത് പോലെ ചെയ്യാത്ത സ്ത്രീകളെയൊക്കെ കൊന്ന് അടുക്കി ഇട്ടിട്ടുണ്ട്. മനുഷ്യന്റെ ജീവൻ ഇത്ര വിലയേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും. ഒരു കൊതുകിനോളം, ഒരു ഉറുമ്പിനോളം പോലും വിലയില്ലാത്ത ഇതുകൊണ്ടല്ലേ ലോകം ഈ ഇസ്ലാമിനെ വെറുക്കാൻ കാരണം.
മുസ്ലിങ്ങളെ ലോകം ഭയപ്പാടോടുകൂടി കാണാൻ കാരണം ഇതാണ്. കാരണം ഇവരുടെ ഉള്ളിൽ തെളിയുന്നത് മനുഷ്യത്വമല്ല, മതമാണ്. മതഭ്രാന്തന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളത് കാണുവാണ്. രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംഖ്യയാക്കും. കാരണം അവരുടെ രാഷ്ട്രീയം ഒരുപക്ഷെ ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ. ഇനിയും അങ്ങനെ ആരെങ്കിലും ക്ഷേത്രത്തിൽ പോയാൽ അവരെ പിടിച്ചു വർഗീയവാദിയാക്കും. പള്ളിയിൽ പോയാൽ കുഴപ്പമില്ല. സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ പോയാൽ സംഘി, ചാണക സംഘി, അന്ധവിശ്വാസി. മോഹൻലാൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയാൽ സംഘി, അന്ധവിശ്വാസി. മമ്മൂട്ടി പള്ളിയിൽ നിന്ന് വന്നാൽ ഓഹോ സൂപ്പർ, എല്ലാ പത്ര മാധ്യമങ്ങളുടെയും തലക്കെട്ടുകൾ അതായിരിക്കും. ഇങ്ങനെ ഇന്ത്യൻ സൈന്യത്തെ ആരെങ്കിലും പിന്തുണച്ചാൽ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ വ്യക്തമായ ചില അജണ്ടകൾ നടക്കുന്നുണ്ട് എന്ന് ഈ മതത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയും. നമ്മുടെ TP സുൽഫത്ത് ഉണ്ടല്ലോ, അവരെ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞതാ, നമ്മുടെ കുടുംബങ്ങളിലും മൊത്തം കുടുംബസംഗമം നടത്തിയിട്ട് എനിക്ക് വോട്ട് ചെയ്യരുത്, BJP ജയിച്ചു പോയാൽ മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് കുടുംബ സംഗമങ്ങൾ നടത്തി വീടാന്തരം കയറി ഇറങ്ങി ബ്രെയിൻ വാഷിംഗ് നടക്കുന്നുണ്ട് ടീച്ചറെ. പിന്നെ എങ്ങനെയാ ജയിക്കുക? അപ്പോഴും ഞാൻ അവർക്ക് ആത്മവിശ്വാസം പകർന്നു. ഒരു വോട്ടാണെങ്കിലും ശരി, അത് ഇത്രയും പ്രതിസന്ധികൾ ഉള്ളപ്പോൾ അത് നമുക്ക് ഏറ്റവും വാല്യുബിൾ ആണ് എന്ന് കരുതുക എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. ചെറിയ ചെറിയ വിജയങ്ങൾക്ക് നമുക്ക് ചെറിയ ശത്രുക്കൾ മതി. പക്ഷെ വലിയ വലിയ വിജയങ്ങൾ കീഴടക്കണമെങ്കിൽ വലിയ ഒരു വിഭാഗം ശത്രുക്കൾ അനിവാര്യമാണ്. അതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ബഹുസ്വരതയ്ക്ക് വേണ്ടി, ജനാധിപത്യ ഭാരതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നരേന്ദ്രമോദി ഒരു ഭാഗത്തും, എതിർഭാഗത്ത് നിന്നത് അത്രയും രാജ്യവിരുദ്ധർ ഒരുമിച്ചും നിന്നിട്ട് പോലും ഈ രാജ്യത്തിന് ജയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ സംസ്കാരമാണ് നമുക്ക് വേണ്ടത്. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന ഹമാസിനെ പോലെയുള്ള മുസ്ലിം തീവ്രവാദികൾക്ക് പിന്തുണ കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ എന്നെയൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുമെങ്കിൽ, സംഖ്യയാക്കുമെങ്കിൽ, രാജ്യദ്രോഹിയാക്കുമെങ്കിൽ, ചാണകമാക്കുമെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആക്കുന്നതിന് മുമ്പ് തന്നെ ആകാൻ തയ്യാറാണ്. ഒരു കുഴപ്പമില്ല. സിനിമാ മേഖല, കല, കായികം, അതുപോലെ നമുക്കറിയാം ടൂറിസം, എല്ലാ മേഖലകളിലും ഈ തീവ്രവാദികൾ കുലം കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ ഒന്ന് എതിർത്താൽ, ഇവർക്കെതിരെ ഒന്ന് സംസാരിച്ചു പോയാൽ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കും. പക്ഷേ ഈ ധ്രുവറാത്തിയെ പോലെയുള്ള ആളുകൾ നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും ഒരു വാലോ തുമ്പോ പറഞ്ഞാൽ അവരെ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കും. ബൈജുവിന് ഓർമ്മയുണ്ടോ? ഒരു താത്ത, ആ വീഡിയോ ഞാൻ ബൈജുവിന് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു മുമ്പ്. ബൈജു അത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു വീഡിയോ. ഒരു താത്ത നരേന്ദ്രമോദി ആരാ, നയന്റെ മോനെ, അമിത്ഷാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചീത്ത വിളിക്കുന്ന ഒരു താത്ത. പിന്നീട് മാപ്പുമായിട്ടൊക്കെ ഒന്ന് നമ്മളത് റിവ്യൂ ചെയ്തിരുന്നു. എന്നിട്ട് ഇവര് പറഞ്ഞു ഞങ്ങള് വീട്ടിലൊരു കളി കളിച്ചതാ എന്നൊക്കെ പറയുന്നില്ലേ ആ സ്ത്രീ. ആ സ്ത്രീയെ ഇവരങ്ങോട്ട് പൊക്കിക്കൊണ്ട് നടന്നു. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് രാജ്യത്തിനെതിരെയാണല്ലോ പറഞ്ഞത്, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെയാണല്ലോ പറഞ്ഞത്. പിണറായി വിജയനെ പോലെ നരേന്ദ്രമോദി ഇനിയിപ്പോ കേസോ പുക്കാറോ ഒക്കെ ആയിട്ട് വീട് വളയുമെന്നാണ് അവര് വിചാരിച്ചത്. ഇനിയിപ്പോ ഇവരല്ല, ഈ കേരളത്തിന്റെ മുഴുവൻ മുറിയന്മാരും ഒരുമിച്ച് നിന്ന് നരേന്ദ്രമോദിയെ കൊല്ലുമെന്ന് വാളും പരിചയും ഉണ്ടയും കത്തിയും തോക്കും ഒക്കെ ആയിട്ട് നിന്ന് പറഞ്ഞാലും നരേന്ദ്രമോദി അത് കേൾക്കത്ത് പോലില്ല. കാരണം അദ്ദേഹത്തിന് വേറെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുമെന്നും സാമ്പത്തിക ഉന്നമനത്തിലേക്ക് 1ാം സ്ഥാനത്തേക്ക് എത്തിക്കുമെന്നും പ്രതിജ്ഞ എടുത്ത് നടക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും നോക്കാൻ നേരം പോലുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോ താത്താക്ക് പന്തിയല്ലെന്ന് മനസ്സിലായപ്പോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്നെ രാജ്യദ്രോഹിയാണെന്ന് കാണുമല്ലോ, ഉടനെ തന്നെ താത്ത അവസാനത്തെ ആയുധം എടുത്ത് പുറത്തിട്ടു, മാപ്പ്. വേറെ വഴിയില്ല. അതുകൊണ്ട് എനിക്കങ്ങ് മാപ്പ് തന്നേരെ വേറെ ഒരു വഴിയുമില്ല. ഈ രൂപത്തിലാണ് നമ്മുടെ നാട്ടിൽ പലതും നടക്കുന്നത്. എന്നിട്ട് ആര് നരേന്ദ്രമോദിക്കെതിരെ പറയുന്നു? ഇവരിങ്ങനെ ഡിജിറ്റൽ ക്യാമറയുമായിട്ട് നടക്കാണ്. ആര് പറയുന്നു അതൊന്ന് നോക്കാം. നമ്മൾ ഇനിയും നരേന്ദ്രമോദിക്കെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കട്ടെ, ഈ രാജ്യത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കട്ടെ. അപ്പൊ പിന്നെ നമ്മൾ ഭയങ്കര 916 മതേതരന്മാരാ. ഇന്നലെ വരെ എല്ലാവരെയും തെറി വിളിച്ചുകൊണ്ട് നടന്ന ഒരു സ്ത്രീ പ്രവാചകനെ അങ്ങേയറ്റം പുലഭ്യം പറഞ്ഞു, പ്രവാചകന്റെ മാതാവിനെ പുലഭ്യം പറഞ്ഞു, പടച്ചോനെ പുലഭ്യം പറഞ്ഞു. ആ സ്ത്രീ കഴിഞ്ഞ ദിവസം എനിക്ക് കേസുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു. അതാണ് ഏറെ രസം. കേരളത്തിലെ 14 ജില്ലകളിലും സകലമാന പോലീസ് സ്റ്റേഷനുകളിലും തട്ടിപ്പിനും വെട്ടിപ്പിനും വധഭീഷണിക്കും മറ്റുമൊക്കെയായി കേസുകളുള്ള ഒരു സ്ത്രീ എനിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്തോ വലിയ അവരെ പൊക്കിക്കൊണ്ട് നടക്കണം. ഇത്രക്കേ ഉള്ളൂ ഇവരുടെ ബുദ്ധി. എന്നിട്ട് ഇവര് പറയുന്നത് ഇവര് ഭയങ്കര മതേതരന്മാരാണ്
ഇവരുടെ മതേതരത്വം ഇത്രയേ ഉള്ളൂ. ആരാണോ ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് അവരെ ഇവര് പൊക്കിക്കൊണ്ടുവരും.